Hi friends, welcome back to this new video. Let us get started. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഡിഡിൻ്റെ ഉപയോഗമാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡൂവിൻ്റെ ഡസിൻ്റെ ഉപയോഗങ്ങളാണ്. ഡു ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളും ഡസ് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഡിഡ് ഉപയോഗിക്കാൻ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. നമുക്ക് ഡിഡ് ഏത് സബ്ജക്റ്റ് വന്നാലും നമുക്ക് ഉപയോഗിക്കാം. അവിടെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഓർക്കുക, ഡിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സംഭവം, ഒരു സംഗതി നടന്നു കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നതിനും അതുപോലെ ആ നടന്നു കഴിഞ്ഞു എന്ന് പറയുന്നതിലുമാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ്, ഡിഡ് ഐ ആസ്ക് യു എന്ന് ചോദിച്ചാൽ ഞാൻ നിന്നോട് ചോദിച്ചോ. അതൊരു പാസ്റ്റിൽ നേരത്തെ ഞാൻ ചോദിച്ചോ എന്നുള്ള ഒരു ചോദ്യമാണ് ഡിഡ് വെച്ച് തുടങ്ങുമ്പോൾ. ഓക്കെ, അതുപോലെ ഡിഡ് യു ആസ്ക് മീ, നീ എന്നോട് ചോദിച്ചോ. സോ ഡിഡ് ഐ ആസ്ക് യു, ഞാൻ നിന്നോട് ചോദിച്ചോ. ഡിഡ് യു ആസ്ക് മീ, നീ എന്നോട് ചോദിച്ചോ. അത് കൺഫ്യൂസ്ഡ് ആകരുത്. ആദ്യത്തത് ഞാൻ നിന്നോട് ചോദിച്ചോ, രണ്ടാമത്തത് നീ എന്നോട് ചോദിച്ചോ. അതുപോലെ ഡിഡ് വി ആസ്ക് യു, ഞങ്ങൾ നിന്നോട് ചോദിച്ചോ. അതുപോലെ ഡിഡ് ദേ ആസ്ക് യു, അവർ നിങ്ങളോട് ചോദിച്ചോ, അല്ല അവർ നിന്നോട് ചോദിച്ചോ. ഡിഡ് ഹി ആസ്ക് യു, അവൻ നിന്നോട് ചോദിച്ചോ. ഡിഡ് ഷീ ആസ്ക് യു, അവൾ നിന്നോട് ചോദിച്ചോ. ഡിഡ് ഇറ്റ് ക്രൈ, ഇത് കരഞ്ഞോ. ഇതെല്ലാം നടന്നു കഴിഞ്ഞ ആക്ഷൻ നമ്മൾ ചോദിക്കുകയാണ്. ഇന്ന് സംഭവിച്ചോ, ഇങ്ങനെ നടന്നോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അതാണ് ഡിഡ് വെച്ച് തുടങ്ങുന്നത്. ഓൾറെഡി നടന്ന സംഭവങ്ങൾ നമ്മളത് ഇങ്ങനെ സംഭവിച്ചോ, ഇങ്ങനെ നടന്നോ എന്ന് ചോദിക്കുന്നതാണ്. ഡു ഡസ് അറിയാം, ഇത് ഇപ്പോഴത്തെ കാര്യങ്ങളാണ്. ഡിഡ് ആണെങ്കിൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ വീണ്ടും ചോദിക്കുന്നതാണ്. ഇങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിക്കുന്നതാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഡിഡ് ഐ ആസ്ക് യു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചോ എന്നാണ്. അതിൻ്റെ ആൻസർ അങ്ങനെ പറയാം. അതിൻ്റെ ആൻസറല്ല, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫോം ഐ ആസ്ക്ഡ് യു, ഞാൻ നിന്നോട് ചോദിച്ചു. ആസ്ക്ഡ് വെർബിൻ്റെ അവിടെ ഇ ഡി വന്ന് കണ്ടോ, ആസ്ക് പ്ലസ് ഇ ഡി, ആസ്ക്ഡ്. ഈ വെർബാണ് ഞാൻ പറഞ്ഞത്. ഈ വെർബിൽ ഡിഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അതായത് ഒരു വെർബിൽ ഡുവോ ഡസ് ഒളിഞ്ഞിരിപ്പുണ്ടാകുമെന്ന്. ഡു ആണെങ്കിൽ വെർബിൻ്റെ സെയിം ഫോം ആയിരിക്കും. ഡസ് ആണെങ്കിൽ എസ്ഒ ഇ എസ്ഒ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. വെർബിൻ്റെ സെക്കൻഡ് ഫോം, അതായത് ഒരു സംഭവം കഴിഞ്ഞതിൻ്റെ. ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആസ്ക്ഡ് ആണ്. ഇവിടെ ആസ്ക് അല്ല, ആസ്ക്സ് അല്ല, ആസ്ക്ഡ് ആണ്. ചോദിച്ചു എന്നുള്ള അർത്ഥം വരുന്ന മീനിങ് മൂന്നാമത്തെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് ഡിഡാണ്. ഈ ആസ്ക്ഡിൽ ഒളിഞ്ഞിരിക്കുന്നത് ഡിഡാണ്. ക്ലിയർ ആണോ? താഴെ കുറേ അർത്ഥങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ വെർബും അതിൻ്റെ സംഭവിച്ച് കഴിഞ്ഞാൽ അതിനുള്ള സെക്കൻഡ് ഫോമും. ഓക്കെ, അപ്പോൾ അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, സ്വീകരിക്കുക. സ്വീകരിച്ചു എന്ന് പറയുന്നതിന് അക്സെപ്റ്റഡ്. അതുപോലെ ക്ലോസ് അടയ്ക്കുക, ക്ലോസ്ഡ് അടച്ചു. അങ്ങനെ ആസ്ക് ആസ്ക്ഡ്, ഡൈ മരിക്കുക, ഡൈഡ് മരിച്ചു, ഡ്രൈ ഡ്രൈഡ്, ഫ്രൈ ഫ്രൈഡ്, ഫോളോ ഫോളോഡ്. ഇതെല്ലാം നമ്മൾ ഇ ഡി ആണ് ആഡ് ചെയ്യുന്നത്. ഈ സെൻറ്റൻസ് എല്ലാം ഈ വെർബ്സിൻ്റെ എല്ലാം നമ്മൾ ഇ ഡി ആഡ് ചെയ്താൽ വെർബ് ആവും. വെർബ് സെക്കൻഡ് ആവും. ഓക്കെ, പാസ്റ്റ് ടെൻസ് ആവും. ഈ കാണിച്ചിരിക്കുന്ന വെർബിൻ്റെ കൂടെ എല്ലാം നമ്മൾ ഇ ഡി ആഡ് ചെയ്താൽ സംഭവിച്ചു കഴിഞ്ഞു എന്നർത്ഥം വരുന്ന ഒരു വേർഡാവും. ഓക്കെ, അപ്പം ലൈക്ക് ലൈക്ഡ് ആവും, ലവ് ലവ്ഡ് ആവും, ലുക്ക്ഡ് ആവും, യൂസ്ഡ് ആവും, കോൾഡ് ആവും, ട്രൈഡ് ആവും. അങ്ങനെ എല്ലാം ഇ ഡി ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സംഭവിച്ച് കഴിഞ്ഞു എന്നർത്ഥം വരുന്നൊരു വേറൊരു വേർഡാകും. ഓക്കെ, അത് എളുപ്പമാണ്, വളരെ ഈസിയാണ്. എന്നാൽ എല്ലാ വെർബിൻ്റെയും കൂടെ ഇ ഡി ആഡ് ചെയ്താൽ ആ കഴിഞ്ഞു എന്നർത്ഥം വരുന്ന ഒരു പദം നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഇംഗ്ലീഷിലെ എല്ലാ വേർഡുകളും അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം, ബ്രിങ് എന്നുള്ളത് ബ്രിങ്ഡ് അല്ല, ബ്രോട്ടാണ്. ബ്രിങ് കൊണ്ടുവരിക, ബ്രോട്ട് കൊണ്ടുവന്നു. അതുപോലെ ഗീവ്ഡ് അല്ല, ഗേവ് ആണ്. ബിക്കം ബിക്കെയിം. കട്ട് തന്നെയാണ്, കട്ട്. മുറിക്കുക, സെയിം സ്പെല്ലിങ് തന്നെയാണ് മുറിച്ചു എന്ന് പറയുന്നതിന്. ഓക്കെ, അതുപോലെ ഡിഗ് കുഴിക്കുക, ഡഗ് ആണിത്. കണ്ടോ, അതിന് പ്രത്യേക നിയമമില്ല. നമ്മളത് കുറേ വേർബ്സുകൾ നമ്മൾ നോക്കി പരിചയം വരുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. എങ്ങനെയാണ് ഇതിൻ്റെ
കഴിഞ്ഞ ഈ വെർബ് കഴിഞ്ഞു എന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയുള്ള പദം കണ്ടുപിടിക്കാൻ, അത് നമ്മൾ നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കണം. നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഒരു ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ദിവസം ഒരു 3-4 വേർഡ് കണ്ടുപിടിക്കുക, അതിൻ്റെ വെർബ് കണ്ടുപിടിക്കുക, അതിൻ്റെ പാസ്റ്റ്. അതായത് ഇപ്പോൾ ഉദാഹരണം കണ്ടില്ലേ, കം എന്നുള്ളത് കെയിമായി, വരിക, വന്നു, എന്നായി എന്ന് പറഞ്ഞാൽ ആ വെർബും അതിൻ്റെ ഫിനിഷ് ചെയ്ത ആക്ഷനും എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കണം. ഒന്ന് എഴുതി വെച്ചാൽ നന്നായിരിക്കും. നമുക്ക് ദിവസേന ഉപയോഗിക്കുന്ന കുറച്ച് വേർഡുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദിനം പ്രതി ഉപയോഗിക്കാം. അപ്പോൾ ഡു ഡിഡാണ്. അതുപോലെ ഡ്രോ, ഡ്രൂ, ഡ്രീം സ്വപ്നം കാണുക എന്നാണ്. ഡ്രീം സ്വപ്നം എന്നുമുണ്ട്, ഡ്രീം സ്വപ്നം കാണുക എന്നുമുണ്ട്. ഡ്രംഡ് അല്ലെങ്കിൽ ഡ്രീംഡ് സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്. അതുപോലെ ഡ്രിങ്ക് ഡ്രാങ്ക് ആണ്. അതുപോലെ ഡ്രൈവ് ഡ്രോവ്. അങ്ങനെ ഇതെല്ലാം നമുക്ക് ഇ ഡി വെച്ച് ചെയ്യുന്നതല്ല. കുറേ വേർഡ്സുകളുണ്ട് ഇ ഡി വെച്ച് അല്ലാതെ എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരു വേർഡാണ് നമുക്ക് കാണാൻ കഴിയുക. അത് നമ്മൾ നോക്കി ദിനം പ്രതി അത് ദിവസവും വായിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അതുപോലെ ഈറ്റ് എയ്റ്റ് ആണ്. ഫോൾ വീഴുക, ഫെല്ലാണ് വീണു. ഫീൽ ഐ ഫീൽ എനിക്ക് തോന്നുന്നു. ഐ ഫെൽറ്റ് എനിക്ക് തോന്നി, ഫെൽറ്റാണ്. ഓക്കെ, കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്തിനാണ് ഞാൻ ഒരുപാട് ഇങ്ങനെ അർത്ഥങ്ങൾ ഇങ്ങനെ എഴുതിയേക്കുന്നതെന്ന്. ഇത്ര അർത്ഥങ്ങൾ എഴുതേണ്ട കാര്യമില്ലായിരുന്നു, പക്ഷേ ഞാൻ ഇവിടെ എഴുതി തന്നേക്കുന്ന അർത്ഥങ്ങൾ വെച്ചാണ് ഇനി കുറേ സെൻറ്റൻസുകൾ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഒരു കുറച്ച് മീനിങ്ങുകൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ. നമ്മൾ നേരത്തെ പഠിച്ചു ഡു യു വാണ്ട്, നിനക്ക് വേണോ? അതിന് ആൻസർ ഐ വാണ്ട്, എനിക്ക് വേണം. ഈ ഡിഡ് വെച്ച് ചോദിക്കുമ്പോൾ ആ മാറ്റം നോക്കി. ഡിഡ് യു വാണ്ട്, നിനക്ക് വേണമായിരുന്നോ? കണ്ടോ, നിനക്ക് ആ സംഭവം കഴിഞ്ഞു, നിനക്ക് വേണമായിരുന്നോ? അപ്പോൾ അതിൻ്റെ ആൻസർ ഐ വാണ്ടഡ്. വാണ്ടഡ് എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഡിഡ് പ്ലസ് വാണ്ട് ആണ് വാണ്ടഡ്. ഡസ് പ്ലസ് വാണ്ട് വാണ്ട്സ്, ഡു പ്ലസ് വാണ്ട് വാണ്ട്. അതുപോലെ തന്നെ ഡിഡ് പ്ലസ് വാണ്ട് ആണ് വാണ്ടഡ്. എനിക്ക് വേണമായിരുന്നു. ഇപ്പോഴത്തെ സംഭവം അല്ല, ഇത് കഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഡിഡ് എപ്പോഴും ഓർക്കുക, കഴിഞ്ഞു പോയൊരു സംഭവമാണ് നമ്മൾ വീണ്ടും ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ ആൻസറായിട്ട് പറയുക. കഴിഞ്ഞതാണ്. ചെയ്തപ്പോൾ ഒരു വീടോ അല്ലെങ്കിൽ കാറോ ഇഷ്ടപ്പെട്ടു. നമ്മൾ ചോദിക്കണം അവനത് ഇഷ്ടപ്പെട്ടോ? ഡിഡ് ഹി ലൈക്ക് ഇറ്റ്? ആൻസർ പറയാം ഹി ലൈക്ഡ് ഇറ്റ്, അവൻ്റെ ഇഷ്ടപ്പെട്ടു. ഇനി നോക്കിയാൽ ആ ഇറ്റിൻ്റെ സ്ഥാനം മാറ്റി നമുക്ക് ആ ബോക്സിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഇതിൽ നമുക്ക് റിപ്ലേസ് ചെയ്യാം. ദ കാർ ആക്കാം, ഡിഡ് ഹി ലൈക്ക് ദ കാർ എന്നാക്കാം, ഡിഡ് ഹി ലൈക്ക് ദ ഹൗസ് എന്നാക്കാം, ഡിഡ് ഹി ലൈക്ക് ഹർ ആക്കാം, ഡിഡ് ഹി ലൈക്ക് ദം ആക്കാം, ഡിഡ് ഹി ലൈക്ക് ദ ബുക്ക് ആക്കാം. അങ്ങനെ ഐറ്റിന് പകരം നമുക്ക് ഒരുപാട് നൗണുകൾ, ഓരോ പേരുകൾ നമുക്ക് ആഡ് ചെയ്ത് ഒരുപാട് സെൻറ്റൻസുകളുണ്ട്. അവനത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഹി ലൈക്ഡ് ഇറ്റ്, ഹി ലൈക്ക് ദ കാർ, ഹി ലൈക്ക് ദ പ്ലേസ്, ഹി ലൈക്ക് ദ ഹൗസ്, ഹി ലൈക്ഡ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ആ നോട്ട് ആഡ് ചെയ്താൽ മതി. ഹി ഡിഡ് നോട്ട് ലൈക്ക് ദ കാർ, ഹി ഡിഡ് നോട്ട് ലൈക്ക് ഹെർ, ഹി ഡിഡ് നോട്ട് ലൈക്ക് ഹെർ, ഹി ഡിഡ് നോട്ട് ലൈക്ക് ദം. അവൻ അവരെ ഇഷ്ടപ്പെട്ടില്ല. ഹി ഡിഡ് നോട്ട് ലൈക്ക് ദ പ്ലേസ്, അവൻ ആ പ്ലേസ് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഡിഡ് നോട്ട് വെച്ച് ആഡ് ചെയ്താൽ മതി. നെവർ മൈൻഡ്, കാര്യമാക്കണ്ട. ഇന്നത്തെ ക്ലാസ് ഓർക്കുക, ഡിഡ് വെച്ച് ചോദിക്കുന്നതല്ല, നമ്മളൊരു കാര്യം നടന്നു കഴിഞ്ഞതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ആൻസർ ആണെങ്കിലും ഒരു കാര്യം നടന്ന് കഴിഞ്ഞതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ഡൂൺ ഡസിൽ നിന്നും ഡിഫറെൻ്റ് ആണിത് ഡിഡ്. പിന്നെ കൺഫ്യൂഷൻ ഇല്ല, ഏത് സബ്ജക്റ്റായി വന്നാലും അയ്യോ, ഹിയോ, ഷിയോ, യുവോ, വിയോ, ദേയോ, എന്ത് സബ്ജക്റ്റായി വന്നാലും നമുക്ക് ഡിഡ് വെച്ച് ചോദിക്കാം. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഡസിനും ഡൂവിനേക്കാളും ഇച്ചിരി എളുപ്പമായിരിക്കും ഡിഡ്. ഒരു കാര്യം നടന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ ചോദിക്കുക. ഡിഡ് ഒരു പാസ്റ്റിൽ ഇന്നലെയോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറോ കഴിഞ്ഞ മാസമോ കഴിഞ്ഞ ആഴ്ചയോ നമുക്ക് ഡിഡ് വെച്ച് ചോദിക്കാം. ഡിഡ് യു സീ ഹിം ലാസ്റ്റ് വീക്ക് എന്ന് ചോദിക്കാം. ഡിഡ് യു സീ ഹിം ലാസ്റ്റ് വീക്ക്, അവനെ കഴിഞ്ഞ ആഴ്ച കണ്ടോ? ഡിഡ് യു സീ ഹിം ലാസ്റ്റ് മന്ത് ചോദിക്കാം, അവനെ കഴിഞ്ഞ മാസം കണ്ടോ? ഡിഡ് യു സീ ഹിം ലാസ്റ്റ് ഇയർ ചോദിക്കാം, കഴിഞ്ഞ വർഷം അവനെ കണ്ടോ? അപ്പോൾ കഴിഞ്ഞ ഏത് കാലഘട്ടത്തിലാണെന്ന് വെച്ച് നമുക്കത് ആ ടൈം മെൻഷൻ ചെയ്ത് ഓർക്കുക. ഈ പാസ്റ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്മൾ ഡിഡ് വെച്ചുള്ള കാര്യത്തിൽ നമ്മൾ സമയം മെൻഷൻ ചെയ്താലാണ് അത് പൂർണ്ണമായിട്ടൊരു സെൻറ്റൻസ് ആവുക. ഐ സോ ഹിം, സിയുടെ പാസ്റ്റാണ് സോ, SAW. ഐ സോ ഹിം ലാസ്റ്റ് ഇയർ, ഞാൻ അവനെ കഴിഞ്ഞ വർഷം കണ്ടു. അല്ലെങ്കിൽ ഐ സോ ഹിം യെസ്റ്റർഡേ, അവനെ ഞാൻ ഇന്നലെ കണ്ടോ? അപ്പോൾ ആ ടൈം മെൻഷൻ ചെയ്യണം, എന്നാ കണ്ടെന്നുള്ളത്. അതാണ് പൂർണ്ണമായൊരു സെൻറ്റൻസ് രൂപം ഉണ്ടാകുന്നത്. അതാണ് നമ്മളിപ്പോൾ ഈ ഡിഡ് വെച്ച് നമ്മൾ ചോദ്യത്തിലാണെങ്കിലും വെർബിലൂടെ അറിയാമല്ലോ, ആ ഡിഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്നുകിൽ ഇ ഡി വെച്ചായിരിക്കും ആ വെർബ് ഉണ്ടാവുക. എൻറ്റയർലി രൂപമാറ്റം വന്നൊരു വെർബായിരിക്കും, അത് നോക്കണം.
കുറേ നമ്മൾ വെർബുകൾ പഠിക്കണം. വരും ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. സോ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു. ഈ ക്ലാസ് അല്പം എനിക്ക് തോന്നുന്നു സമയമെടുത്ത് നിങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വൺസ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ജസ്റ്റ് വാച്ച് ഇറ്റ്. ഡോണ്ട് ലൂസ് യുവർ ഹോപ്പ്. ഇറ്റ് ഈസ് ഈസി. വരും ക്ലാസ്സുകൾ കൂടുതൽ ഈസിയാണ്. ഈ ഡു ഡസ് ഡിഡ് ആണെങ്കിൽ ഒരല്പം കൺഫ്യൂഷനായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ it will be easier in the coming classes. Hope you have enjoyed this video. Hope you like it. So study well, revise it. Let us see in the next video. Till then, have a great time. Bye bye.